എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ പായസം വയ്ക്കുകയാണ് പരിപ്പ് കൊണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഇത് ചെറുപയർ പരിപ്പാണ്. അത് വറക്കണം. നമ്മളതിൻ്റെ പച്ചച്ചവ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വറക്കണം. ഒരു 3/4 കിലോ പരിപ്പുണ്ട്. 1 കിലോയുടെ അടുത്ത് ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഉരുക്കി അരിച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് കഴുകി കുക്കറിലിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ഇനി നമുക്ക് പരിപ്പ് കുക്കറിലിട്ട് വേവിക്കാൻ നേരത്ത് ചൂടാറണം കേട്ടോ. ചൂടാറാണ്ട് നമ്മൾ വറുത്ത വഴി തന്നെ ഇതിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കല്ലച്ചു പോകും. അപ്പോൾ വറുത്ത് ചൂടാറിന് ശേഷം നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇത് പരിപ്പ് വേവിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം ചൂടാകുമ്പോഴത്തേക്കും ഈ പരിപ്പ് നമുക്ക് കഴുകിയെടുക്കാം. നമ്മൾ കഴുകി വെച്ച പരിപ്പാണ് കേട്ടോ. അത് നമ്മളിത് ഇതിലേക്ക് കുക്കറിലേക്കിട്ട് വേവാൻ വയ്ക്കണം. കുക്കറടച്ച് 3 വിസിൽ കേട്ടാൽ മതി കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ നല്ലോണം വെന്ത് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഉള്ളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ഇതേ ഉരുക്കി വെച്ച ശർക്കരയാണ്. അത് നമ്മൾ ഉരുക്കി വെച്ചാണ് ശർക്കരയാണിത്. അരിച്ചു ഒഴിക്കണം. കരട് കണ്ട ചെറിയ ചെറിയ കരടുകൾ. ഇനി നമ്മൾ ഇളക്കുക. ഇനിയാണ് നമ്മൾ നല്ലോണം ഇങ്ങനെ അടി പിടിക്കും. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഇത് 3-ാം പാലാണ്. 3-ാം പാലാണ് കേട്ടോ ചേർക്കാൻ പോണത്. മൂന്നാം പാല് ഇനി ഇതിൽ കിടന്ന് 3-ാം പാലിൽ കിടന്ന് നല്ലോണം കുറുകി വരണം. അത് കഴിഞ്ഞ് കുറച്ച് 2-ാം പാലൊഴിക്കും. 2-ാം പാലും 3-ാം പാലിൻ്റെ അത്രയും വേണ്ട. ഇത് നല്ലോണം ഇതിൽ കിടന്ന് യോജിച്ച് വരണ്ട് വരണം. ഇനി നമ്മുടെ തിളച്ച് എല്ലാം യോജിച്ച് കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ 2-ാം പാലാണ് ഒഴിച്ചേക്കണേ. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് കുറുകണം. അപ്പോൾ നമുക്ക് 3-ാം പാൽ ഒഴിച്ച് അതോടുകൂടി പായസത്തിൻ്റെ പരിപാടി കഴിയും. ഇത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. ഏലക്ക അത് ഈ 1-ാം പാലിലേക്ക് നമ്മൾ ഈ ഏലക്കാപ്പൊടി ചേർത്ത് വെച്ചേക്കാണ് കേട്ടോ. ഏലക്ക പൊടിച്ചത്. ഇത് ഏറ്റവും ആദ്യത്തെ പാലാണ്. ആദ്യം നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുക്കുന്ന പാലാണ്. അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. നല്ല കട്ടി ഉണ്ടാവും. അത് അതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് വെച്ചേക്കുന്നതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ അധികം തിളയ്ക്കണ്ട. ഒന്ന് നല്ലോണം ഇതായി കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ആദ്യത്തെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആദ്യം വെള്ളമൊന്നും ചേർക്കാണ്ട് എടുക്കുന്ന പാലാണല്ലോ. നെയ്യ് നമ്മൾ തേങ്ങ വറക്കുന്നുണ്ട് നെയ്യിൽ. പരിപ്പ് പ്രധാനം ഏറ്റവും വേണ്ട ഒരു സാധനമാണ് തേങ്ങ വറുത്തത്. ഇനി അണ്ടിപ്പരിപ്പ്. ചെറിയ തോന്നത്തിൽ നമ്മൾ തേങ്ങാക്കൊത്ത് ചുമന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് വറുത്ത് ചേർക്കും. നമ്മളിതിലേക്ക് ചേർക്കാം കേട്ടോ.
പായസം റെഡി ആയിട്ടാ. അപ്പം നമുക്ക് പെട്ടെന്ന് പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി കഴിച്ച് നോക്കണം പരിപ്പ് ഉള്ളവൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.